സഭാപ്രസംഗകൻ 4-ാം അധ്യായം 12-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ഒറ്റക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കും. 2 പേരാണെങ്കിൽ ചേർക്കാൻ കഴിയും. മുച്ചരട് വേഗം പൊട്ടുകയില്ല. ദൈവവും പിതൃവേദിയും നാം ഓരോരുത്തരും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മെ തകർക്കാൻ ആർക്കും കഴിയുകയില്ല. കർത്താവിൽ ആശ്രയിച്ച ഓരോ കുടുംബവും ശക്തി പ്രാപിക്കുന്നത് പോലെ ഈശോയെ കൂട്ടുപിടിച്ച് പിതൃവേദി എന്ന കുടക്കീഴിൽ ഒന്നു ചേർന്ന് നാം ഓരോരുത്തരും ഒത്തുചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇന്നത്തെ ഈ പിതൃസംഗമം. പിതൃസംഗമം 2005 ഈ വേദിയിലേക്ക് വിശിഷ്ട വ്യക്തികളെ നമുക്ക് ക്ഷണിച്ചാലോ? ക്ഷണിക്കട്ടെ സ്റ്റേജിലേക്ക്. ആദ്യമായി നമ്മുടെ ഓസൂർ രൂപതയുടെ തലവനായ മാർ സെബാസ്റ്റ്യൻ പുഴപ്പറമ്പിൽ പിതാവിനെ സ്നേഹ ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. മോൺസിഞ്ഞോർ ജിജോ ജോസഫ് തുണ്ടത്തിൽ അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ പിതൃവേദി ഡയറക്ടർ ഡെയ്സൺ അച്ഛനെയും സ്നേഹ ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി മിസ്റ്റർ മാത്യു ചാക്കോയെയും വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മാതൃവേദി പ്രസിഡന്റ് മിസ് ഡെയ്സി ആന്റണിയെ ഒത്തിരി സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി പിതൃവേദി പ്രസിഡന്റ് മിസ്റ്റർ സാജു ജേക്കബിനെയും സെക്രട്ടറി മിസ്റ്റർ ജോമോൻ സി കെനെയും ട്രഷറി മിസ്റ്റർ ടോം പി ജെയിനെയും ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. 27-ാം സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് ദൈവത്തെ പുകഴ്ത്തി നമുക്ക് ഈ പരിപാടി ആരംഭിക്കാം. സങ്കീർത്തനം ചെല്ലാനായി മിസ്റ്റർ ജോസഫ് മൈക്കിൾ ആൻഡ് ഫാമിലി സെൻറ് തോമസ് ചർച്ച് കോവിലപ്പതാകെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമല്ലേ? പ്രാർത്ഥന സങ്കീർത്തനമല്ലേ? കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം. എതിരാളികളും ശത്രുക്കളുമായ ദുർവിത്യർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയം അടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികൾ അർപ്പിക്കും. ഞാൻ വാദ്യാഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും. കർത്താവെ, ഞാൻ ഉച്ചത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ. കാരുണ്യപൂർവ്വം എനിക്ക് ഉത്തരം അരുളയണമേ. എൻ്റെ മുഖം തേടുവിൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നുവെന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്നും മറച്ചു വയ്ക്കരുതേ. എൻ്റെ സഹായകനായ ദൈവമേ, അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ. എൻ്റെ രക്ഷകനായ ദൈവമേ, എന്നെ തിരസ്കരിക്കരുതേ, എന്നെ കൈവെടിയരുതേ. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. കർത്താവെ, അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എന്നെ ശത്രുക്കളുള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ. വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുതേ. കള്ളസാക്ഷികൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു, അവർ ക്രൂരത നിശ്വസിക്കുന്നു. ജീവിക്കരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർപ്രാപാത് ധൈര്യം അർപ്പിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. പ്രാർത്ഥനയ്ക്കായി സങ്കീർത്തനം ചൊല്ലിയ മൈക്കൽ ജോസഫ് ആൻഡ് ഫാമിലിക്ക് പ്രത്യേകം നന്ദി. പിതൃവേദി നടത്തിയ സങ്കീർത്തന മത്സരത്തിൽ 30 എൻട്രികളാണ് വന്നത്. അതിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഫാമിലിയാണ് ഇപ്പോൾ ചൊല്ലിയത് ജോസഫ് മൈക്കിൾ ആൻഡ് ഫാമിലി. അടുത്തത് നമുക്ക് സ്വാഗതമാണ്. ഓസൂർ രൂപതയുടെ ഏറ്റവും ശക്തമായ സംഘടനയാണ് പിതൃവേദി. ആ സംഘടനയുടെ തലവനായ സാജു ചേട്ടനെ ഏവരെയും സ്വാഗതം ചെയ്യാനായി സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ക്ഷീണമായിട്ടിരിക്കുകയെന്നറിയാം.
കുഴപ്പമില്ല, നമുക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് പരിപാടികളുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിങ്ങിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എൻ്റെ കർത്തവ്യം എന്നുള്ളത് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ഇന്നൊരു ചരിത്ര സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് പിതൃവേദിയെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ രൂപതയിൽ നമുക്കറിയാം പിതൃവേദി സംഗമം ഇതിന് മുമ്പ് ഇതുപോലെയൊന്നും നടന്നിട്ടില്ല. അതുപോലെ തന്നെ ഇതിന് കുറേ പ്രത്യേകതകളുണ്ട്, കുറേ ഫസ്റ്റുകളുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ബൈബിൾ എഴുതി, 110 പേര് ബൈബിൾ എഴുതി. അതും അപ്പന്മാരാണ് എഴുതിയിരിക്കുന്നതെന്ന് ഓർക്കണം. അങ്ങനെ ഒരു ചരിത്രം നമ്മൾ സൃഷ്ടിച്ച ഒരു ദിവസമാണ്. അതുപോലെ തന്നെ നമ്മുടെ പിതൃവേദിയുടെ ലോഗോ നമ്മളിന്ന് റിലീസ് ചെയ്യുന്നു. ഒരു യൂട്യൂബ് ചാനൽ നമ്മളിന്ന് അതുപോലെ തന്നെ ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ആൾക്കാർ 25-50 വർഷം ആഘോഷിക്കുന്ന ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കുന്നു. അങ്ങനെ പലതരത്തിൽ നോക്കിയാലും നമുക്ക് പല പ്രത്യേകതകളുമുണ്ട് ഇന്ന്. വേറൊന്ന് പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ ആദ്യമായിട്ട് പിതൃവേദിയുടെ ഒരു സപ്ലിമെൻ്റ് ഇന്ന് പ്രകാശനം ചെയ്യുകയാണ്. ആ തരത്തിലെല്ലാം നോക്കിയാൽ ഏറ്റവും നല്ല ഉചിതമായിട്ടുള്ളൊരു ദിവസമാണിന്ന്. ഈ നല്ല സുന്ദര നിമിഷത്തിൽ എല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. ഏറ്റവും ആദ്യം നമുക്ക് വെൽക്കം ചെയ്യുവാനും നമുക്ക് സ്വാഗതം നൽകാനുള്ള നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട നമ്മുടെ മാർ സെബാസ്റ്റ്യൻ പുഴൽപ്പറമ്പിൽ പിതാവാണ്. നിങ്ങൾക്കറിയാം, പിതാവ് നാട്ടിലും ഇവിടെയൊക്കെ ആയിട്ട് യാത്ര ചെയ്യുകയും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ട് ഇരിക്കുന്ന ആളാണ്. ആ തിരക്കിനിടയിലും നമ്മുടെ ഈ പിതൃവേദിയുടെ ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഡേറ്റ് ബുക്ക് ചെയ്ത് വരാമെന്ന് സമ്മതിച്ചു. അതുപോലെ തന്നെ ഇന്ന് സന്നിഹിതനായിട്ടുണ്ട്. മേ ബി പിതൃവേദി ഒന്ന് നന്നാക്കാൻ ചിലപ്പോൾ പിതാവ് തീരുമാനിച്ചതായിരിക്കും. കാരണം പല കാര്യങ്ങൾ പറഞ്ഞാലും പിതൃവേദി നടത്താറില്ല എന്നുള്ളൊരു കംപ്ലൈൻ്റ് ഉണ്ട്. എന്നാൽ ഇതെങ്കിലും അവർ നടത്തട്ടെ എന്ന് ഓർത്ത് വന്നതായിരിക്കാം. നമുക്കറിയാം, നമ്മുടെ പിതാവ് നമ്മുടെ എല്ലാം അപ്പനാണ്. നമ്മൾ ഇന്നത്തെ ദിവസത്തെ പ്രാധാന്യം എന്ന് പറയുന്ന അപ്പൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ മുദ്രാവാക്യം തന്നെ അറിയാമല്ലോ, റിന്യൂയിങ് ദി വേൾഡ് ത്രൂ ഫാമിലീസ് എന്നുള്ളതാണ്. ആ ഫാമിലീസിലെ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ആൾ അപ്പനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാം അപ്പനായിട്ടുള്ള പിതാവിനെ തന്നെ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഈ മീറ്റിങ്ങിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് മോൺസിഞ്ഞോർ ജിജോ തൊണ്ടത്തിലച്ഛനാണ്. അച്ഛന് നമുക്ക് ഒരു ഇളയപ്പനാണ്. ഇളയപ്പൻ നമുക്ക് പറയാം, എല്ലാം അപ്പന്മാരാണ്. ഇളയപ്പനാണ്. ജിജോച്ചന് അറിയാം, ഇതുപോലെ ശാരീരികമായിട്ടുള്ളൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ഇന്നത്തെ ഈ ദിവസം നമ്മുടെ ഒപ്പം വരുവാനും അതുപോലെ തന്നെ നമ്മൾക്ക് സന്ദേശം നൽകുവാനും തയ്യാറായ അച്ഛൻ്റെ ആ നല്ല മനസ്സ്. അച്ഛനെപ്പറ്റി പറഞ്ഞാൽ അറിയാമല്ലോ, അച്ഛൻ ശാന്തനാണ്, ശാന്തശീലനാണ്. എപ്പോൾ വേണേലും ആർക്ക് വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ആളാണ്. നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ജിജോ അച്ഛനെയും നമ്മുടെ ഈ പ്രത്യേക മീറ്റിങ്ങിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയ ബഹുമാനപ്പെട്ട ഡെയ്സൺ കവർഗടച്ചൻ ഞങ്ങളുടെ ഊർജ്ജസ്വനായ ഡയറക്ടർ അച്ഛനാണ്. ഏറ്റവും ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും നെറ്റിഗ്രിറ്റി ആയിട്ട് എന്നെ അപഗ്രഥിച്ച് കാര്യങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളെപ്പറ്റി നമുക്ക് മാർഗനിർദ്ദേശം നൽകാനും എല്ലാം വളരെ പ്രത്യേകിച്ചും ഈ പ്രതിവേദി സംഗമത്തിൻ്റെ ആ ഒരു കൺസെപ്ച്വലൈസേഷൻ എന്ന് പറയുന്നത് തന്നെ അച്ഛൻ്റെ ഒരു ഇതാണ്, അച്ഛൻ്റെ ഒരു കഴിവാണ്. അച്ഛനാണ് ഇത് നമ്മളിലേക്ക് ഈ രീതിയിൽ എത്തിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, അച്ഛന് എല്ലാ തരത്തിലും നല്ല രീതിയിൽ ഇടവകയിലും എല്ലാം നന്നായിട്ട് പോകുന്നു. രൂപതയെ പിതൃവേദിയുടെ എല്ലാ തലത്തിലും നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് പോകുന്നു. നിങ്ങൾക്കറിയാവോ, ചരിത്രത്തിൽ ഒരു സംഭവം കൂടെ നടന്നിട്ടുണ്ട്. ഇവിടെ 6 മണിക്ക് രാവിലെ ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് പോലും നടത്തി അച്ഛൻ. 6 മണിക്ക് രാവിലെ പാസ്റ്റർ സെൻറ്ററിൽ. അത്രയും തീക്ഷ്ണിതമായിട്ട് കാര്യങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടി അത്രമാത്രം പരിശ്രമിക്കുന്ന അച്ഛനാണ്, ഞങ്ങളെ നയിക്കുന്ന അച്ഛനാണ്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അച്ഛനും ഞങ്ങളുടെ അപ്പനാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അടുത്തത് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി സിബിച്ചനാണ്. സിബിച്ചനും ഒരു അച്ഛനാണ്. സിബിച്ചൻ, അതായത് മാത്യു ചാക്കോ എന്ന് നമ്മൾ പറഞ്ഞാലും പുള്ളിക്കാരനെ എല്ലാവരും വിളിക്കുന്നത് സിബിച്ചൻ എന്നാണ്. അച്ഛൻ, അതും ഒരപ്പനാണ്. എല്ലാ അപ്പന്മാരും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണെന്ന്. അതുകൊണ്ട് നമുക്കറിയാം നല്ല രീതിയിൽ പാസ്റ്റർ കൗൺസിൽ മുന്നോട്ട് പോകുന്നു, എല്ലാ പ്രവർത്തനവും മുന്നോട്ട് പോകുന്നു. സിബിച്ചനെയും നമ്മൾ ഹാർദവമായിട്ട് ഇവിടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്കൊരു റിക്കാർഡ് അല്ലെങ്കിൽ നമുക്കൊരു അവാർഡ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും പറ്റിയ ഒരാൾ നമ്മുടെ മാതൃവേദിയുടെ പ്രസിഡൻ്റാണ്. ദീർഘകാലം നമ്മുടെ രൂപതയിൽ മാതൃവേദിയുടെ പ്രസിഡൻ്റായിരുന്നുകൊണ്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയായിട്ടുള്ള നമ്മളുടെ ഡെയ്സി ആനിയെ പ്രത്യേകമായിട്ട് നമ്മൾ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വേദിയിലിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതൃവേദിയുടെ സെക്രട്ടറി, അതുപോലെ തന്നെ ട്രഷറർ, അവരെയും പ്രത്യേകമായിട്ട് നമ്മൾ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കയ്യടിക്കാം, ശുഷ്കിക്കുന്ന. നമ്മൾ വേദിയിലിരിക്കുന്നവരെ മാത്രമല്ല, നമ്മളിന്ന് നമ്മുടെ ഭക്തസംഘടനയിലുള്ള എല്ലാ ലീഡേഴ്സായിട്ടുള്ളവരെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റർ കൗൺസിലിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിമാരെ വിളിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് സെബാസ്റ്റ്യൻ ആനിത്തോട്ടത്തിന് ഒരു പൂ നൽകിക്കൊണ്ട് ആദരിക്കുന്നു. പാസ്റ്റർ കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറി. നമ്മളുടെ കുടുംബ കൂട്ടായ്മയുടെ കേന്ദ്ര സമിതി പ്രസിഡൻ്റാണ് മിസ്റ്റർ നിക്സൺ ജോർജിനെ നമ്മൾ ഹാർദവമായിട്ട് നമ്മുടെ ഈ മീറ്റിംഗിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഹിറ്റ്സിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള വിൽസൺ വർഗീസ്, മാതൃകാപരമായിട്ടുള്ള സേവനം ചെയ്യുന്ന വിൽസൺ വർഗീസിനെ സ്വാഗതം ചെയ്യുന്നു. പാലിയേറ്റീവ് കെയർ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ രൂപതയിൽ നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ സോയി ജോസഫ് പ്രസിഡന്റ് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കാത്തലിക് കോൺഗ്രസിൻ്റെ രൂപത തലത്തിലുള്ള പ്രസിഡൻ്റായിട്ടുള്ള ജേക്കബ് ചക്കാത്തരയെ പ്രത്യേകമായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യൂത്തിൻ്റെ SMYM പ്രസിഡന്റ് മിസ്റ്റർ ലെസ്ലി ജേക്കബ് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ പാസ്റ്റർ കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മിസ്സസ് ജയ മാത്യു വന്നിട്ടില്ല. അവരെയും ആബ്സെൻസിൽ അവരെയും നമ്മൾ സ്നേഹത്തോടുകൂടി അവരെ ഓർക്കുന്നു. നമ്മുടെ എക്സ് പ്രസിഡൻ്റായിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് മിസ്റ്റർ PP തോമസ്, ആരംഭകാലത്തിലെ പ്രസിഡന്റ് മിസ്റ്റർ PP തോമസിനെ നമ്മൾ ക്ഷണിക്കുന്നു, അതുപോലെ തന്നെ ആദരിക്കുന്നു. കൈയടിക്കാം. പിതൃവേദി തുടങ്ങിയ കാലത്തെ പ്രസിഡന്റാണ്. മിസ്റ്റർ സെബാസ്റ്റ്യൻ ആനിത്തോട്ടം, 6 വർഷം പിതൃവേദിയുടെ പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്ന സെബാസ്റ്റ്യൻ ആനിത്തോട്ടത്തിനെ നമ്മൾ ആദരിക്കുന്നു. അതുപോലെ മിസ്റ്റർ KJ ജോസഫ് ഇന്ന് വന്നിട്ടില്ല. മിസ്റ്റർ സോജൻ ജോസഫ് പ്രസിഡൻ്റായിരുന്നു, ഇന്ന് വന്നിട്ടില്ല. അതുപോലെ തന്നെ എക്സ് ഓഫീസ് ബെയറേഴ്സ് ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ കഴിഞ്ഞ കാലത്തിലുണ്ടായിരുന്ന മിസ്റ്റർ വൈസ് പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്ന ജോമോൻ അമ്പക്കാടിനെ പ്രത്യേകമായിട്ട് നമ്മൾ സ്നേഹത്തോടെ ഓർക്കുന്നു. മിസ്റ്റർ ബെന്നി തോമസ് സെക്രട്ടറിയെ നമ്മൾ സ്നേഹത്തോടെ ഓർക്കുന്നു. മിസ്റ്റർ ബെന്നി KL ജോയിൻറ്റ് സെക്രട്ടറിയെ സ്നേഹത്തോടെ ഓർക്കുന്നു. മിസ്റ്റർ ഷാജു ജോസഫ് ട്രഷററെ നമ്മൾ സ്നേഹത്തോടെ ഓർക്കുന്നു. പിന്നെ നമുക്കറിയാം, നമ്മളിങ്ങനെ ഒരു പരിപാടിയൊക്കെ ഓർഗനൈസ് ചെയ്യണമെങ്കിൽ അതിനെല്ലാം ഒരു സംവിധാനം വേണം. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അവരത് പ്രവർത്തിച്ചെങ്കിൽ അവർക്ക് താങ്ങും തണലുമായിട്ട് നിന്നുണ്ടായിരുന്നത് നമ്മുടെ രൂപതയിലുള്ള നമ്മളൊരു ഓർഗനൈസിങ് കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ പ്രതിനിധി സംഘവുമായിട്ട് ബന്ധപ്പെട്ട്. ആ ഓർഗനൈസിങ് കമ്മിറ്റിയിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും നന്ദിയോടുകൂടി നമ്മൾ ഓർക്കുന്നു. അത് 27 പള്ളികളിൽ നിന്നുള്ള ലീഡേഴ്സ് ആയിട്ടുള്ളവരെ നമ്മൾ
അവരെ നമ്മൾ ഈ ഗ്രൂപ്പിലേക്ക് കൂട്ടിയിരുന്നു. അവരാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ ഈ മത്സരങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിച്ചത്. അവരെല്ലാം നമ്മൾ സ്നേഹത്തോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടികൾക്ക് നമുക്ക് ഇവിടെ സ്റ്റേജ് ആണെങ്കിലും ഭക്ഷണ കാര്യങ്ങളൊക്കെ ആണെങ്കിലും എപ്പോഴും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ആതിഥ്യ മര്യാദ തരുന്ന നമ്മുടെ അയനാവരം യൂണിറ്റാണ്. അവരെയെല്ലാം നമ്മൾ സ്നേഹത്തോടെ ഓർക്കുന്നു. പ്രത്യേകിച്ചും ബെന്നിയുടെ നേതൃത്വത്തിൽ നൽകിവരുന്ന എല്ലാ സംഘങ്ങളെ ഓർത്ത് അവരെയും നമ്മൾ സ്നേഹത്തോടെ ഓർക്കുന്നു. നമുക്കറിയാം, നമുക്ക് ഇവിടെ പിതൃവേദിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ പിതാ ബ്ലഡ് ബാങ്ക് അല്ലെ പ്രവാസി പെൻഷൻ സ്കീം, പിന്നെ ഞങ്ങളുടെ കാലത്തിൽ ടേമിൽ തുടങ്ങിയ ഒന്നാണ് പാരിഷ് മന്ത് എന്നുള്ള ഒരു സ്കീം. അതായത് നമ്മൾ സ്നേഹദിനം, സാന്ത്വന സ്നേഹദിനത്തിന് എല്ലാ മാസവും ഏതെങ്കിലും ഒരു പള്ളി അവിടെ പോയി സാമ്പത്തിക സഹായവും പ്രൊവിഷന് സാഹചര്യങ്ങളൊക്കെ ചെയ്യുന്നതും, അതുപോലെ തന്നെ എല്ലാ മാസവും സ്നേഹദിനത്തിൽ നിന്ന് കോയമ്പേട് മാർക്കറ്റിൽ വരുമ്പോൾ അതിന് വേണ്ടുന്ന നമ്മളുടെ ശാരീരികമായിട്ടുള്ള സഹായങ്ങൾ വോളണ്ടിയേഴ്സായിട്ട് ചെയ്യുന്നതും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതൊരു നല്ല കാര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇനി ബാക്കി പരിപാടികളൊക്കെ കിടക്കാനുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഇന്ന് വന്ന, പ്രത്യേകിച്ചും ഇന്ന് ഈ ഞായറാഴ്ച അറിയാം പലയിടത്തും ധ്യാനമുണ്ട്, പലയിടത്തും പള്ളികളിൽ വിസിറ്റൊക്കെ ഉണ്ട്. ആ അവസരത്തിലായിരുന്നിട്ട് കൂടും ഇന്ന് വന്നു ചേർന്ന എല്ലാവരെയും അനുമോദിക്കുന്നു. പ്രത്യേകിച്ച് ബൈബിൾ എഴുതിയവർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 25-50 വർഷം ആഘോഷിക്കുന്നവർ വന്നിട്ടുണ്ട്. മത്സരത്തിൽ വിജയികളായിട്ടുള്ളവർ വന്നിട്ടുണ്ട്. എല്ലാവരെയും, അതുപോലെ തന്നെ മറ്റുള്ള പിതൃവേദിയുടെ മെമ്പേഴ്സ് എല്ലാവരെയും ഒരിക്കൽ കൂടി ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ലൊരു സമയം നേരുന്നു. താങ്ക് യു. സാജുവേട്ടൻ എല്ലാവർക്കും വെൽക്കം പറഞ്ഞു അല്ലേ? നമുക്ക് സാജുവേട്ടന് സ്വാഗതം പറയണ്ടേ? നമ്മുടെ സാജുവേട്ടനെ സ്വാഗതം നൽകാനായിട്ട് ഡയറക്ടറായിട്ട് ക്ഷണിക്കുന്നു. അടുത്തതായി റിപ്പോർട്ടാണ്. ഞങ്ങളുടെ പിതൃവേദിയുടെ 3 വർഷക്കാലത്തെ റിപ്പോർട്ട് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. പിതൃവേദിയുടെ ഈ കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിക്കാനായി ഞങ്ങളുടെ സെക്രട്ടറി ജോമോൻ ചേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അഭിമന്യ സെബാസ്റ്റ്യൻ പിതാവേ, സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പിതൃവേദി കുടുംബാംഗങ്ങളെ, ഒത്തിരി സന്തോഷത്തോടുകൂടി 2022-25 വർഷത്തെ റിപ്പോർട്ട് സമയപരിമിതി മൂലം ഏറ്റവും ചുരുക്കമായ രീതിയിൽ അവതരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പിതൃവേദി 2022-25 പ്രവർത്തന വർഷത്തിൽ കുടുംബ നവീകരണം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം കൊടുത്തത്. ഇതിന് സഹായകരമായ രീതിയിൽ യൂണിറ്റ്, സോണൽ, രൂപതാ തലത്തിലുള്ള വിവിധ പരിപാടികൾ നടത്തുകയുണ്ടായി. പരിപാടികൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതിനായി 22 എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകൾ കൂടുകയുണ്ടായി. സോണൽ തല മീറ്റിങ്ങുകൾ, സോണൽ തലത്തിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങുകൾ മുഖപ്പേർ, അയനാവരം, കീഴ്ക്കട്ടളെ പള്ളികളിൽ വെച്ച് കൂടുകയുണ്ടായി. രക്തദാനം, മഹാദാനം എന്ന അവബോധം ഉണ്ടാക്കുന്നതിനായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായി സഹകരിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയുണ്ടായി. പിതാ ബ്ലഡ് ബാങ്ക്, വർഷങ്ങളായി നടന്നു വരുന്ന പിതാ ബ്ലഡ് ബാങ്ക് വഴി ബ്ലഡ് ആവശ്യമായി വരുന്നവർക്കെല്ലാം ഇക്കാലയളവിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുവാൻ സാധിച്ചു. കൂടാതെ വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പുകളും അവയവദാന ബോധവൽക്കരണ സെമിനാറും നടത്തുകയുണ്ടായി. പ്രവാസി ക്ഷേമനിധി പെൻഷൻ, പിതൃവേദി 5 വർഷം മുമ്പ് ആരംഭിച്ച പ്രവാസി ക്ഷേമനിധി പെൻഷൻ സ്കീമിൽ ഇതുവരെ 218 അംഗങ്ങളെ ചേർത്തു. 5 വർഷം പൂർത്തിയാക്കിയ 26 അംഗങ്ങൾ പെൻഷൻ വാങ്ങുകയുണ്ടായി. കൂടാതെ 2 പേരുടെ പെൻഷൻ അപ്രൂവൽ ആവുകയും ചെയ്തു എന്ന വാർത്ത ഏറെ ചാരിതാർത്ഥ്യത്തോടുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. സ്നേഹതീരം സപ്പോർട്ട്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലും അനാഥരെയും അശരണരെയും സഹായിക്കുന്നതിലും പിതൃവേദി എന്നും മുൻപന്തിയിലുണ്ട്. രൂപതയുടെ സ്വന്തമായ സാന്ത്വനം സ്നേഹതീരം ഓൾഡേജ് ഹോമിൻ്റെ പ്രവർത്തനത്തിൽ പിതൃവേദി സഹായം നൽകി വരുന്നു. കോയമ്പേട് മാർക്കറ്റിൽ നിന്നും വെജിറ്റബിൾ ശേഖരിക്കുവാൻ പിതൃവേദി അംഗങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കുന്നു.
ഒരു ഡീപ് ഫ്രീസർ സ്നേഹത്തിന് ആവശ്യമായി വന്നപ്പോൾ പിതൃവേദി മുൻകൈയെടുത്ത് അത് വാങ്ങി നൽകുകയുണ്ടായി. എ പാരീഷ് എ മന്ത് എന്ന പദ്ധതിയിൽ ഓരോ ഇടവകയിൽ നിന്നും പിതൃവേദിയുടെ നേതൃത്വത്തിൽ സ്നേഹതീരം സന്ദർശിക്കുകയും അന്തേവാസികളോടൊത്ത് സമയം പങ്കുവച്ച് അവർക്കാവശ്യമായ എല്ലാ സഹായവും ചെയ്തു വരുന്നു. ഇതിൽ പങ്കുചേരുന്ന എല്ലാ പിതൃവേദി യൂണിറ്റുകളെയും ഏറ്റവും സ്നേഹത്തോടെ അഭിനന്ദിക്കുന്നു. പിതൃവേദി ദിനാഘോഷം. കഴിഞ്ഞ വർഷം പിതൃവേദി ദിനത്തോടനുബന്ധിച്ച് രൂപതാതലത്തിൽ എല്ലാ അപ്പന്മാർക്കുമായി ഓൺലൈൻ മത്സരങ്ങൾ നടത്തി. സമ്മാനാർഹമായ പ്രോഗ്രാമുകൾ ഫാദേഴ്സ് ഡേ സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും സമ്മാനാർഹരായവർക്ക് മെമൻറ്റോ നൽകി ആദരിക്കുകയും ചെയ്തു. കലാകായിക മത്സരങ്ങൾ. രൂപതയിലെ വിവിധ പിതൃവേദി യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന ഫുട്ബോൾ, ബാഡ്മിൻ്റൺ, പുത്തൻപാന മത്സരങ്ങൾ ഈ വർഷവും നടത്തുകയുണ്ടായി. ഓരോ വർഷവും ടീമുകളുടെ പങ്കാളിത്തം വർദ്ധിച്ചു വരുന്നത് യൂണിറ്റുകളുടെ പ്രവർത്തന മികവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വർഷം പിതൃവേദി സംഗമത്തോടനുബന്ധിച്ച് രൂപതയിലെ എല്ലാ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി വിവിധ മത്സരങ്ങൾ നടത്തി. അഭൂതപൂർവമായ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ മത്സരങ്ങൾ ക്വാളിറ്റിയിലും മികച്ചതായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 110 അപ്പന്മാർ എഴുതി ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നു. സമ്പൂർണ്ണ ബൈബിൾ എഴുതിയ 2 അപ്പന്മാരും ഇന്ന് നമ്മോടൊപ്പമുണ്ട്. സങ്കീർത്തനം ചൊല്ലലിൽ 30 കുടുംബവും, സെൻറ്റ് ജോസഫ് സോങ്ങിൽ 30 കുടുംബവും, റീൽസിൽ 10 ടീമും, കപ്പിൾസ് ഡാൻസിൽ 7 ടീമും മത്സരിക്കുകയുണ്ടായി. പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. 2025 ക്രിസ്തു ജയന്തി ജൂബിലി വർഷത്തിൽ വിവാഹത്തിൻ്റെ ഗോൾഡൻ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന 47 ദമ്പതികൾ നമ്മോടൊപ്പമുണ്ട്. എല്ലാവർക്കും ജൂബിലിയുടെ മംഗളങ്ങൾ ആശംസിക്കുന്നു. നാളിതുവരെ പിതൃവേദി പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. നമ്മുടെ സജീവമായ പ്രവർത്തനം വഴി സഭയ്ക്കും സമൂഹത്തിനും മാതൃകയായി തീരുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മാർ തോമാസ് ശ്ലീഹായുടെ ചുടുനിണം വീണ പുണ്യഭൂമിയിൽ തോമാസ് ശ്ലീഹ കൈമാറിയ വിശ്വാസ ദീപം വരും തലമുറയ്ക്ക് കൈമാറുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിൻ്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ആദ്യം തന്നെ ഞാനൊരു സോറി പറഞ്ഞോട്ടെ. എത്ര വ്യക്തമായിട്ടാണ് നമ്മുടെ സജുവേട്ടൻ ഓരോ ഇൻഡിവിജ്വലിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത്. സജുവേട്ട, അതിന് സജുവേട്ടന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ എത്ര വ്യക്തവും മനോഹരവുമായിട്ടാണ് ഞങ്ങളുടെ ഈ 2 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ സെക്രട്ടറി ജോമോൻ ചേട്ടൻ അവതരിപ്പിച്ചത്. ജോമോൻ ചേട്ടാ, പ്രത്യേകം നന്ദി. അടുത്തതായി അധ്യക്ഷ പ്രസംഗം. ഒരു സംഘടനയുടെ ഡയറക്ടർ എന്നാൽ ആ സംഘടനയുടെ മുന്നിൽ നിന്നും നയിക്കുന്ന ആളാണ്. ആ അർത്ഥത്തിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി പിതൃവേദിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഡെയ്സൺ അച്ഛന് നമ്മുടെ അഭിമാനമാണ്. ഇന്നത്തെ എല്ലാ പരിപാടികൾക്കും തേരിതെളിക്കുന്ന ഡെയ്സൺ അച്ഛനെ അധ്യക്ഷ പ്രസംഗത്തിനായി ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അഭിവന്യ പിതാവേ, ബഹുമാനപ്പെട്ട ജിജു അച്ഛ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് 3 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് ഞാൻ തീർത്തുകൊള്ളാം. നമ്മുടെ ദൈവത്തെ വിശേഷിപ്പിച്ചത് ഞാനിന്ന് പല ആവർത്തി പറഞ്ഞു. എന്താണ്? ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. അപ്പം പിതാക്കന്മാരുടെ ദൈവം എന്നാണ് ദൈവം തന്നെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിലും സഭയിലും സമൂഹത്തിലും പിതാക്കന്മാർക്ക് എന്ന് പറഞ്ഞാൽ അപ്പന്മാർക്ക് നമ്മൾ സ്ഥാനം കൊടുത്ത് എപ്പോഴും സംസാരിക്കുന്നത്. ഇന്ന് പിതാക്കന്മാരുടെ ദിനമാണ്. ഈ ദിനം മനോഹരമാക്കാൻ നേതൃത്വം നൽകിയ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. സാഹിത്യേട്ടൻ്റെ നേതൃത്വത്തിൽ ഏകദേശം 1.5 മാസമായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ എൻ്റെ സെൻട്രൽ കമ്മിറ്റിയും ഓർഗനൈസിംഗ് കമ്മിറ്റിയും നിരന്തരം പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് ഈ ഒരു സുദിനം നമുക്ക് സമ്മാനിച്ചത്. അതുപോലെ തന്നെ ഇടവകയുടെ ഭാരവാഹികളും അതിൽ പങ്കാളികളായി എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പിന്നെ മത്സരങ്ങൾ അണിയിച്ചൊരുക്കിയവർ, അതിൽ പങ്കെടുത്തവർ, വിജയികൾ എല്ലാവരെയും ഒരുപോലെ അഭിനന്ദിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എഴുതി പൂർത്തിയാക്കിയ 110 അപ്പന്മാരുണ്ട്. അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു.
ചിലരൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയി. തുടങ്ങി 10 അധ്യായം 11 അധ്യായം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് വയ്യാണ്ടായി. അങ്ങനെ ചിലരുടെ ബുദ്ധിമുട്ട് കണ്ട് അവരുടെ ഭാര്യമാർ അവരെ എഴുതി സഹായിച്ചു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു വീട്ടിലെ അവിടുത്തെ അപ്പാപ്പൻ്റെ ആഗ്രഹമായിരുന്നു ബൈബിൾ എഴുതുന്നത്. അപ്പാപ്പൻ്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് കൊച്ചുമക്കൾ ബൈബിൾ എഴുതി കൊടുത്ത് സഹായിച്ചു. ഇവർക്കൊന്നും സമ്മാനമില്ല കേട്ടോ, പക്ഷേ ഞാൻ പറഞ്ഞ ആ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ബൈബിൾ എഴുതിയവരെയും ബൈബിൾ എഴുതാൻ സഹായിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ദിനത്തിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി തന്ന പ്രൊക്കുറേറ്റർ അച്ഛൻ ജാജു അച്ഛനെയും അയിനാവരം ഇടവകയുടെ വികാരി അച്ഛൻ ജിജോ തുണ്ടത്തിൽ അച്ഛനെയും അയിനാവരം ഇടവകയിലെ പിതൃവേദി അംഗങ്ങളെയും ഏറെ നന്ദിയോടെ ഓർക്കുന്നു. പിന്നെ ജൂബിലേറിയൻസ്, അവരാണ് നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥികൾ. 50 വർഷവും 25 വർഷവും ഒന്നിച്ച് പൂർത്തിയാക്കിയതിന് അവരോട് ചേർന്ന് നമ്മളും ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, സമൂഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങൾക്കും സഭയ്ക്കും സമൂഹത്തിനും ബലമേകട്ടെ. ഇന്നത്തെ ദിവസം അണിയിച്ചൊരുക്കിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഡെയ്സൺ അച്ഛൻ്റെ ഒത്തിരി നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി അച്ഛാ. അടുത്തതായി ഉദ്ഘാടനമാണ്. ഹോസൂർ രൂപതയുടെ സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ പിതാവ് ജോബിനച്ചൻ, അല്ല സെബാസ്റ്റ്യൻ പിതാവ്. ആടുകളെ അറിയുന്നവനാണ് യഥാർത്ഥ ഇടയൻ. യേശു വചനങ്ങളെ ഹൃദയത്തിൽ ചേർത്ത് രൂപതയിലെ ഓരോ ഭവനങ്ങളെയും ഓരോ വ്യക്തികളെയും അറിഞ്ഞ് പേര് ചൊല്ലി വിളിക്കുന്ന പിതാവിനെ ഏറ്റവും സ്നേഹബഹുമാനത്തോടെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഹൊസൂർ രൂപതയിലെ പിതൃവേദി സംഗമം നടക്കുന്ന അവസരത്തിൽ ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ ഞാൻ ഏവർക്കും ഒറ്റ വാക്കിൽ ആശംസിക്കുകയാണ്. നിങ്ങളുടെ ഡയറക്ടർ അച്ഛൻ 10 കൊല്ലം മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് സഹപ്രവർത്തകരായിരുന്നു ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ പള്ളിയിൽ. അച്ഛൻ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു ഡെയ്സൺ ടച്ച് ഉണ്ടാവുമെന്ന് എനിക്കറിയാം അന്ന് മുതലേ. ഇന്നത്തെ പരിപാടികളിലെ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാൻ വിലയിരുത്തുമ്പോഴും വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നു. ഡയറക്ടർ അച്ഛനും അതുപോലെ ഭാരവാഹികളെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അച്ഛൻ്റെ സിംപ്ലിസിറ്റിയും പ്രത്യേകതയും അതെടുത്ത് പറയേണ്ടതാണ്. ഇവിടെ റിപ്പോർട്ട് വായിച്ചു പിതൃവേദി പ്രസിഡൻറ്റ്, അത് കഴിഞ്ഞ യോഗത്തിൽ അധ്യക്ഷൻ ഡെയ്സൺ അച്ഛനാണ്. എൻ്റെ അടുത്ത് അത് ഒപ്പിടിക്കാൻ കൊണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പ്രസിഡൻ്റാണ് ഒപ്പിടേണ്ടതെന്ന്. ഡെയ്സൺ അച്ഛൻ അത് മേടിച്ച് പിതൃവേദി പ്രസിഡൻറ്റിന് കൊടുത്തു. പിതൃവേദി പ്രസിഡൻ്റാണ് അത് ഒപ്പിട്ടത്. ഡെയ്സൺ അച്ഛൻ എല്ലാ കാര്യങ്ങളിലും വളരെ ആ ഫോർമാലിറ്റി ഒന്നും അങ്ങനെ നോക്കുന്ന ഒരാളല്ല, എനിക്കറിയാം. അച്ഛൻ്റെ ഈ രൂപതയിൽ ഭംഗിയായിട്ട് പിതൃവേദിയെ കൊണ്ടു നടക്കുന്നതിന് പ്രത്യേകമായിട്ട് ഞാൻ അച്ഛനെ ഈ അവസരത്തിൽ തുടക്കത്തിൽ തന്നെ അഭിനന്ദിക്കുകയാണ്. അച്ഛനോട് ചേർന്ന് പിതൃവേദി ഭാരവാഹികൾ, എനിക്ക് തോന്നുന്നു ഇന്ന് ലോഗോ പ്രകാശനമുണ്ട്, പിന്നെ യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്, ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി പുതിയ പുതിയ കാര്യങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്ന പിതൃവേദി ഭാരവാഹികളെല്ലാം ഞാൻ വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. പിന്നെ ഡെയ്സനച്ചൻ കുറച്ച് നേരത്തെ എൻ്റെ കയ്യിൽ തട്ടിയിട്ട് എന്നോടൊരു സ്വകാര്യം പറഞ്ഞു. സ്വകാര്യം വേറെ ഒന്നുമല്ല, പിതാവ് അവിടെ പോയിട്ട് പെട്ടെന്ന് നിർത്തിങ്ങോട്ട് പോരരുത്, കുറച്ച് സമയം എടുത്തോളൂ കേട്ടോ. അധികം സമയം ഞാൻ എടുക്കുന്നില്ലെങ്കിലും കുറച്ച് സമയം എടുക്കണമെന്ന് തന്നെയാണ് ഞാൻ ചിന്തിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ വന്ന സമയം മുതൽ ഞാനിത് അച്ഛന്മാരുടെ മീറ്റിംഗ് ആണോ അപ്പന്മാരുടെ മീറ്റിംഗ് ആണോ എന്നൊരു സംശയത്തിലാണ്. കാരണം വചന മഴയാണ്. വന്നപ്പോൾ തന്നെ കസേരയുടെ അടിയിൽ നിയമാവർത്തനം എഴുതി വെച്ചിരിക്കുന്നു, മത്തായിയുടെ സുവിശേഷം എഴുതിയെടുക്കുമ്പോൾ അവാർഡ് വെച്ചിരിക്കുന്നു, പിന്നെ പ്രാർത്ഥനയ്ക്ക് കയറി വന്ന ഒരു വചനം, ഇവിടെ കമ്പയർ ചെയ്യുന്ന ആൾ വചനം പറഞ്ഞു കൊടുത്തത്, മൊത്തം വചന മഴയാണ്. അപ്പം എനിക്ക് തോന്നി ഈ ഏപ്രിൽ 7-ാം തീയതി നമ്മുടെ രൂപതയിലെ ഷമ്മാശന്മാരുടെ പട്ടം കൊടുക്കൽ ശുശ്രൂഷയിൽ ഞാൻ നേതൃത്വം കൊടുക്കണം. അപ്പോൾ അവരോട് പറയാൻ ഞാൻ ഒരുങ്ങി വെച്ചത് നിങ്ങളോട് പറഞ്ഞേക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് മനസ്സിൽ ചെവി പൊത്തി പിടിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞാൽ അവിടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്നോട് കംപ്ലൈൻറ്റ് പറയും.
ഞാൻ അച്ഛന്മാരോട് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, കാരണം എനിക്ക് എൻ്റെ രൂപതയിൽ അച്ഛന്മാരെ പോലെ തന്നെ പ്രാധാന്യമുള്ളവരാണ് എൻ്റെ രൂപതയിലെ അപ്പന്മാരും. അവരോട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് 3 കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോടും പറയുകയാണ്, ഡേയ്സറച്ച് എനിക്ക് സമയം അനുവദിച്ചുകൊണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്: ഈശോയുടെ മാ സ്വന്തമാക്കണം. തിരുവചനത്തിൻ്റെ പ പ്രാവർത്തികമാക്കണം. ബൈബിളിലെ പഞ്ചശീലങ്ങൾ സ്വന്തമാക്കണം. പിതാവ് എന്താ ഉദ്ദേശങ്ങൾ കൃത്യമായി പറയാം. ഈശോയുടെ മാ സ്വന്തമാക്കണം എന്ന് പറയുമ്പോൾ, ഈശോയുടെ മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന മനോഭാവം, ഒന്നുകൂടി പറയട്ടെ, മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന മനോഭാവം സ്വന്തമാക്കണം. ഒരു പാപി വരുമ്പോഴും ഒരു അവശനായ വ്യക്തി വരുമ്പോഴും ഒക്കെ ഈശോയുടെ ശരിക്കും സ്റ്റഡി ചെയ്താൽ അറിയാം, ബൈബിൾ ശരിക്കും വായിച്ച് സ്റ്റഡി ചെയ്താൽ അറിയാം. ആ ഈശോയുടെ മറ്റുള്ളവരെ അവരായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കുന്ന മനോഭാവം, അത് പിതൃവേദിയിലെ ഓരോ അപ്പന്മാരും സ്വന്തമാക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം ഇതാണ്: തിരുവചനത്തിൻ്റെ പ പ്രാവർത്തികമാക്കണം. എന്താണ് ഈ 3 പ? 1 പഠിക്കണം തിരുവചനം, 2 പഠിപ്പിക്കണം തിരുവചനം, 3 പാലിക്കണം തിരുവചനം. പഠിക്കണം, പഠിപ്പിക്കണം, പാലിക്കണം. എൻ്റെ അച്ഛന്മാരോട് എനിക്ക് പറയാനുള്ള ഇതാണ്: വചനം പഠിക്കണം, പഠിപ്പിക്കണം, പാലിക്കണം. വചനം പഠിക്കാനാ കണ്ണ് തന്നിരിക്കുന്നത്. കണ്ണുകൊണ്ട് ബൈബിൾ വായിച്ച് പഠിക്കണം. അതിനാ ഡേയ്സനച്ഛൻ മത്തായിയുടെ സുവിശേഷം എഴുതാൻ പറഞ്ഞ്. ഇപ്പം നിങ്ങൾ പുസ്തകത്തിലേക്ക് പകർത്തി എഴുതിയില്ലേ? പോരാ, ജീവിതത്തിലേക്ക് പകർത്തണം. അതാണ് പാലിക്കണം എന്ന് പറഞ്ഞ്. ഇനി വചനം പഠിപ്പിക്കണം. മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിക്കുള്ള ദൗത്യമാണ് വചനം പഠിപ്പിക്കുക എന്നുള്ളത്. സമയത്തും അസമയത്തും സ്ഥാനത്തും അസ്ഥാനത്തും വചനം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ പഠിപ്പിക്കണം. അപ്പോൾ വചനം പഠിക്കണം, പഠിപ്പിക്കണം, പാലിക്കണം. പഠിപ്പിക്കൽ 2 രീതിയിലാണ്. പഠിക്കുന്നത് കണ്ണുകൊണ്ടും കാതുകൊണ്ടും. വചനം കേൾക്കണം, വചനം വായിക്കണം. പഠിപ്പിക്കുന്നത് 2 രീതിയിലാണ്. നാവ് കൊണ്ട് പറഞ്ഞു കൊടുക്കണം, കൈകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്ന ബൈബിളായി മാറണം നമ്മളൊക്കെ. ഞാനും നിങ്ങൾ മാത്രമല്ല. ഇപ്പം ഞാൻ ഈ മൊബൈൽ എപ്പോഴിടയ്ക്ക് നോക്കുന്ന കൂട്ടത്തിലാണ്. ഇപ്പോൾ ഈ AI വന്നിട്ടില്ലേ, പുതിയ സംവിധാനം, നിങ്ങൾ കാണുന്നുണ്ടാവും. ഒരു കോഴി, ഒരു പശുവിനെ പോണ കാണിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഒരാളായിട്ട് മാറുന്നു അല്ലേ, കാണുന്നില്ലേ? അതുപോലെ നിങ്ങളിങ്ങനെ നടക്കുന്ന കുറച്ച് കഴിയുമ്പോൾ ബൈബിൾ നടക്കുമ്പോഴാണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് നിങ്ങളെ കണ്ടാൽ ബൈബിള് വായിക്കുന്നതിന് പകരമായി മാറണം. ഞാനും നിങ്ങളൊക്കെ ജീവിത സാക്ഷ്യം, അതാണ് കൈകൾ. എൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഇപ്പോൾ പാലിയേറ്റീവ് കെയറിൽ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അതൊക്കെ കൈകളിലൂടെയുള്ള വചനപ്രഘോഷം തന്നെയാണ്, പഠിപ്പിക്കലാണ്. ഇപ്പോൾ പഠിക്കുക, പഠിപ്പിക്കുക, പാലിക്കുക. ആദ്യത്തെ മറന്നോ? ഈശോയുടെ മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന മനോഭാവം സ്വന്തമാക്കണം. തിരുവചനം പഠിക്കണം കണ്ണുകൊണ്ടും കാതുകൊണ്ടും, പഠിപ്പിക്കണം നാവുകൊണ്ടും കൈകൊണ്ടും, പാലിക്കണം കാലുകൊണ്ട് വചനത്തിൻ്റെ പാതയിലൂടെ നടന്നു. ഇനി 3ാമത്തെ കാര്യം എന്താണെന്നറിയാവോ? ഞാൻ അച്ഛന്മാരോട് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന 3ാമത്തെ കാര്യം, അത് എപ്പോഴും ആവർത്തിച്ച് പറയാറുള്ളതാണ്. ഹോസൂർ രൂപതയിൽ അച്ഛന്മാർക്കുണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന 5 കാര്യങ്ങൾ, എനിക്കും അച്ഛന്മാർക്കുണ്ടായിരിക്കണം ആഗ്രഹിക്കുന്ന 5 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇടയ്ക്ക് പാട്ടുരൂപത്തിലൊക്കെ പാടാറുണ്ട്. വി ഷുഡ് ബി, ബൈബിളിലെ 5 പഞ്ചശീലങ്ങളാണ് ബൈബിള് പ്രൊമോട്ട് ചെയ്യുന്ന 5 ശീലങ്ങൾ. ഹംബിൾ, ഹ്യൂമൻ,
ഹാർഡ് വർക്കിംഗ്, ഹെൽപ്പിംഗ് മൈൻഡഡ്, ഹേറ്റ്രെഡ്ലെസ്. എന്ന് പറഞ്ഞേ, ഹംബിൾ, ഹ്യൂമൻ, ഹാർഡ് വർക്കിംഗ്, ഹെൽപ്പിംഗ് മൈൻഡഡ്, ഹേറ്റ്രെഡ്ലെസ്. കുരിശമ്മ കിടന്ന അവസാനം പറഞ്ഞില്ലേ, പിതാവ് ഇവർ ചെയ്യുന്ന ഇവർ അറിയുന്നവർ ക്ഷമിക്കണമേ, ക്ഷമിക്കുന്ന സ്നേഹം, അതിലുടമകളാകണം ഞാൻ നിങ്ങൾ. ഹേറ്റ്രെഡ്ലെസ്. ഹംബിൾ, എളിമ വേണം. ഇവിടെ പറഞ്ഞില്ലേ ഞങ്ങളുടെ രൂപതയിൽ അഹങ്കാരം വന്ന, അത് പാടില്ല എന്നേ പറയുന്നത്. അഹങ്കാരം പാടില്ല, അഹങ്കാരം പാടില്ല. വി ഷുഡ് ബി ഹംബിൾ ആൻഡ് വി ഷുഡ് ബി ഹ്യൂമൻ. മാനുഷിക പരിഗണനയില്ലെങ്കിൽ ഒരു മതാത്മകതയില്ല ആർക്കും. ദാറ്റ് ഈസ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്. ഹ്യൂമൻ, ഹംബിൾ, ഹ്യൂമൻ. പിന്നെ ഹാർഡ് വർക്കിംഗ്, കഠിനാധ്വാന ശീലം ഉണ്ടാകണം. ചുമ കിടന്ന് കട്ടിൽ കിടന്ന് തിരിയാനല്ല, കാലത്ത് എണ്ണിട്ട് മുഖം കഴുകി പല്ല് വെച്ച് ചായയും കുടിച്ച് വന്ന് പിന്നെ കട്ടിൽ കിടന്ന് തിരിയലല്ല, കഠിനാധ്വാനം ചെയ്യണം. ഈശോ അതാ കാണിച്ചു തന്നിരിക്കുന്നത്. നേരെ വെളുത്ത് അന്ത്യാവോളം പണിയെടുക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി, അന്ത്യാവോളം. ഹാർഡ് വർക്കിംഗ്, ഹംബിൾ, ഹ്യൂമൻ, ഹാർഡ് വർക്കിംഗ്, ഹെൽപ്പിംഗ് മൈൻഡഡ്, ഹേറ്റ്രെഡ്ലെസ്. ഹെൽപ്പിംഗ് മൈൻഡഡ്, എപ്പോഴും നമുക്ക് എങ്ങനെ സഹായിക്കാൻ മറ്റുള്ളവരെ ആ ഒരു മനോഭാവമായിരിക്കണം. പ്ലീസ് വെച്ചാൽ മതിയോ സമയം? ഞാൻ ചുരുക്കാണ്. അച്ഛന്മാർ ഇതന്നെ അവളെ പറയുമ്പോൾ വീണ്ടും പിതാവ് ഇതന്നെ അവളെ പറഞ്ഞെന്ന് പറയരുത്, മനസ്സിൽ ചെവി കുത്തി പിടിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ ഈ 3 കാര്യങ്ങൾ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതാണ്. ഈശോയുടെ മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന മനോഭാവം സ്വന്തമാക്കണം. 2, തിരുവചനത്തിൻ്റെ തിരുവചനം പഠിക്കണം, പഠിപ്പിക്കണം, തിരുവചനം പാലിക്കണം, അത് പ്രാവർത്തികമാക്കണം. പിന്നെ ബൈബിളിലെ പഞ്ചശീലങ്ങൾ, വി ഷുഡ് ബി ഹംബിൾ, ഹ്യൂമൻ, ഹാർഡ് വർക്കിംഗ്, ഹെൽപ്പിംഗ് മൈൻഡഡ്, ഹേറ്റ്രെഡ്ലെസ്. അങ്ങനെ എൻ്റെ രൂപതയിൽ അച്ഛന്മാരും പിതൃരൂപതയിൽ അപ്പന്മാരും ഒരുപോലെ ബൈബിളിൽ അധിഷ്ഠിതമായി ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പിതൃവേദി സംഗമത്തിന് എല്ലാവിധ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കും. സ്നേഹബഹുമാനായ പിതാവേ, പിതാവിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി. ഈശോയുടെ മാമ സ്വന്തമാക്കാൻ ഞങ്ങൾ അപ്പന്മാർ തയ്യാറാണ്. അതുപോലെ തിരുവചനത്തിൻ്റെ തിരുവചനം പഠിക്കാനും പഠിപ്പിക്കാനും പാലിക്കാനും നമ്മൾ അപ്പന്മാർ തയ്യാറല്ലേ? ഒന്ന് ഒച്ചവായോ, സൗണ്ടിൽ പറയപ്പാ. ഒരിക്കലാണ് പിതാവേ. അടുത്തതായി ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ അനുസ്മരിച്ചുകൊണ്ട് തിരി തെളിക്കാനായി അഭിമന്യ പിതാവിനെയും സ്റ്റേജിലിരിക്കുന്ന എല്ലാവരെയും സാദരമായി ക്ഷണിക്കുന്നു. കണ്ണിനാലെ നിൻ രൂപം കാണാൻ. പ്രകാശമേ വേഗം കണ്ണിനാലെ നിൻ രൂപം കാണുവാൻ. ഇരുളകറ്റിടുക നിൻ വഴിയേ വചനവും തന്നരുളുക പ്രകാശമേ എൻ മിഴി തുറക്കുക, മിഴി തുറക്കുക, മിഴി തുറക്കുക.
അടുത്തതായി നമുക്ക് പിതൃവേദി ഒരു സപ്ലിമെൻ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ സപ്ലിമെൻറ്റിൻ്റെ പ്രകാശനമാണ്. അതിന് സ്നേഹപിതാവിനെയും ജിജോച്ചനെയും ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മുടെ പിതാവ് സപ്ലിമെൻ്റ് കോപ്പി പ്രകാശനം ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു കോപ്പി ഇപ്പോൾ ജിജോച്ചന് നൽകുന്നതുമാണ്. ഒത്തിരി നന്ദി പിതാവേ, ജിജോച്ച, മറ്റുള്ളവർ എല്ലാവർക്കും. അടുത്തതായി അനുഗ്രഹ പ്രഭാഷണം. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ രൂപതയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചെറുപുഞ്ചിരിയോടെ പിതാവിനോട് ഒട്ടുചേർന്ന് നിൽക്കുന്ന നമ്മുടെ മോൻസിഞ്ഞോർ ജിജോച്ചനാണ്. ജിജോച്ചന് കാലിന് വയ്യാതിരുന്നിട്ടും നമ്മുടെ പിതൃവേദി സംഗമത്തിന് ഒത്തിരി സന്തോഷത്തോടെയാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് വേണ്ടി അനുഗ്രഹ പ്രഭാഷണത്തിനായി ജിജോച്ചനെ സ്നേഹബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. അഭിമന്യ പിതാവേ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എനിക്ക് ഡേസച്ചൻ തന്നിരിക്കുന്നത് 5 മുതൽ 6 മിനിറ്റ് വരെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അനുഗ്രഹ പ്രഭാഷണം. സ്നേഹമുള്ള അപ്പന്മാരെ കാണുമ്പോൾ ഞാൻ എൻ്റെ അപ്പനെയാണ് ഓർക്കുക. എനിക്ക് കൂടുതൽ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ അപ്പൻ. പലതരത്തിലും 66 വയസ്സിൽ മരിച്ചു പോയെങ്കിലും അതിനു മുൻപ് ഞാൻ സെമിനാരി ചേരുന്ന കാലത്തും സെമിനാരി ചേരുന്നതിന് മുൻപും സെമിനാരി സമയത്തും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിയാണ് എൻ്റെ അപ്പൻ. അപ്പന്മാരുടെ റോള് നമ്മുടെ ഭവനങ്ങളിൽ വളരെ വലുതാണ്. അപ്പന്മാരുടെ നിലപാടാണ് വീടിൻ്റെ നിലപാട്, കുടുംബത്തിൻ്റെ നിലപാട്. ഞാൻ നമസ്കാരം കേൾക്കാൻ വരുമ്പോൾ അവരോട് പറയാറുള്ളൊരു കാര്യം, നിങ്ങളുടെ കുടുംബം എന്തായിരിക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. കുടുംബത്തിൻ്റെ സംസ്കാരം, കുടുംബത്തിൻ്റെ രീതി, ഇത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഒരു കുടുംബത്തിൽ അപ്പൻ്റെ തീരുമാനങ്ങൾ വളരെ ശക്തമാണ്. ഇത് ഇങ്ങനെ ഒരാളോട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, നടക്കും, വീട്ടിൽ കെട്ടിയോള് പറയുന്നത് കേൾക്കാതിരിക്കാൻ വേദന നിവൃത്തിയില്ല. ചിലപ്പോഴെങ്കിലൊക്കെ തമാശയ്ക്ക് പറയാറുണ്ട്, അവൾ വരച്ച വരയിലാണ്, മറിച്ച് പറയും വര എവിടെ വരയ്ക്കണമെന്ന് അവൾ തീരുമാനിക്കും എന്ന്. പക്ഷേ എങ്കിലും നോക്കുക, കുടുംബത്തിലെ തീരുമാനങ്ങളിൽ അപ്പൻ്റെ നിലപാടും അപ്പൻ്റെ തീരുമാനവും വളരെ ശക്തമാണ്. അത് ഭാര്യയെയും മക്കളെയും കുടുംബത്തെയും മുഴുവനായി ബാധിക്കുന്ന തീരുമാനമാണ്. എനിക്ക് നിങ്ങൾ പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഔസേപിതാവിൻ്റെ നിലപാടാണ് നമുക്ക് വേണ്ടത്. ഔസേപിതാവിന് ടെൻഷൻ ഉണ്ടായപ്പോൾ, ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഔസേപിതാവ് കിടന്നുറങ്ങി. നമുക്ക് ടെൻഷൻ വന്നാൽ നമ്മുടെ ഉറക്കം പോകും. ഔസേപിതാവ് മറിച്ചായിരുന്നു. വീടിനെക്കുറിച്ചും നമ്മുടെ തീരുമാനങ്ങളെക്കുറിച്ചും കൺഫ്യൂഷൻ വരുമ്പോൾ അല്പസമയം വെയിറ്റ് ചെയ്താൽ കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും.
പിതാവ് ആദ്യം പറഞ്ഞ യേശുവിൻ്റെ മാ മാ മാ, മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന മനോഭാവം, അതായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. മറിയത്തെ മനസ്സിലാക്കാൻ ഔസേപ്പിതാവിന് സാധിച്ചത് അല്പസമയം വെയിറ്റ് ചെയ്തത് കൊണ്ടാണ്, അല്പസമയം സ്വസ്ഥമായിരുന്നത് കൊണ്ടാണ്, അല്പസമയം ഉറങ്ങിയത് കൊണ്ടാണ്. നമുക്ക് ഇല്ലാതെ പോകുന്നതും ഒരുപക്ഷെ അത് തന്നെയായിരിക്കും. കാരണം നമ്മളപ്പോഴേക്കും ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള മനോഭാവം, ഒരുപക്ഷെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ നമ്മളാരും ദൈവങ്ങളല്ല, നമുക്ക് സാധിക്കില്ല. പക്ഷേ മറ്റുള്ളവരെ തെറ്റായിട്ട് മനസ്സിലാക്കാതിരിക്കാനെങ്കിലും നമുക്ക് പരിശ്രമിക്കാം. പലപ്പോഴും അത് ഭാര്യയാവാം, മക്കളെ ആവാം, മറ്റുള്ളവരെ ആകാം. മറ്റുള്ളവരെ തെറ്റായിട്ട് മനസ്സിലാക്കാതിരിക്കാനെങ്കിലും നമ്മൾ പരിശ്രമിച്ചാൽ നമ്മുടെ തീരുമാനങ്ങൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിനും അതുപോലെ തന്നെ ഇടവകയിലും അത് ഏറ്റവും മനോഹരമായിരിക്കും. കാരണം കുടുംബത്തിൽ അപ്പൻ എന്നതുപോലെ തന്നെ ഇടവകയിലും അപ്പന്മാരാണ് കാര്യങ്ങളുടെ ഗതി തീരുമാനിക്കുന്നത്. ഏത് സംഘടനകൾ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും അപ്പന്മാർ വിചാരിച്ചില്ലെങ്കിൽ അതിൻ്റെ ഫണ്ടിങ് നടക്കില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല, ഒന്നും നടക്കില്ല. അപ്പം അതുകൊണ്ട് കുടുംബത്തിൽ എന്നതുപോലെ തന്നെ ഇടവകയിലും സമൂഹത്തിലും അപ്പന്മാർക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അവർ ഉണ്ടാക്കിയെടുക്കേണ്ട മനോഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ഈശോയുടെ മനോഭാവത്തെ പോലെ തന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന മനോഭാവത്തോടൊപ്പം തന്നെ മറ്റുള്ളവർ തെറ്റായിട്ടെങ്കിലും മനസ്സിലാക്കാതിരിക്കാൻ ശ്രമിച്ചാൽ നല്ല തീരുമാനങ്ങൾ കുടുംബത്തെക്കുറിച്ചും ഇടവകയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും നമുക്കെടുക്കാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രതിഭ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നന്ദിയും നന്മയും നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സ്വന്തം അപ്പച്ചൻ്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടും ഔസേപ്പിതാവിൻ്റെ നിലപാടുകൾ നമുക്ക് സ്വീകരിക്കാമല്ലേ? എന്ത് ടെൻഷൻ ഉണ്ടായാലും കുറച്ചു നേരം ഉറങ്ങി ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ നമുക്ക് വീണ്ടും പ്രവർത്തിക്കാം എന്ന് ജിജോച്ചിന് വാക്ക് കൊടുക്കാമല്ലേ അപ്പന്മാരെ, അല്ലേ? അടുത്തതായി യൂട്യൂബ് ചാനലിൻ്റെ ലോഞ്ചിങ്ങും പിതൃവേദിയുടെ ലോഗോയുമാണ്. കാലത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് സഞ്ചരിക്കുകയും കാലത്തിൻ്റെ മാറ്റങ്ങൾക്ക് ചേർന്ന രീതിയിൽ സുവിശേഷം അവതരിപ്പിക്കുവാൻ നമുക്ക് കഴിയണമെന്ന് മാർപ്പാപ്പയുടെ വാക്കുകൾ കടമെടുക്കുമ്പോൾ നാം ഇന്ന് ആരംഭിക്കുന്ന പിതൃവേദിയുടെ യൂട്യൂബ് ചാനലിന് അർത്ഥമാക്കുന്ന തരത്തിൽ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യൂട്യൂബ് ചാനലിൻ്റെയും പിതൃവേദിയുടെ ലോഗോയുടെയും പ്രകാശനത്തിന് സ്നേഹബഹുമാന്യനായ സെബാസ്റ്റ്യൻ പിതാവിനെ ക്ഷണിക്കുന്നു. ഇന്ന് ഹോസൂർ രൂപതയുടെ പിതൃവേദി സംഗമം നടക്കുകയാണല്ലോ. ഈ വേദിയിൽ പിതൃവേദിയുടെ ലോഗോ ഔദ്യോഗികമായി പ്രകാശനം ചെയ്യപ്പെടുന്നു. തന്നെയുമല്ല, പിതൃവേദി സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ ഔദ്യോഗികമായി ഇന്ന് ലോഞ്ച് ചെയ്യുകയാണ്. കർത്താവിൻ്റെ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് പിതൃവേദി നടത്തുന്ന ഈ വലിയ ഉദ്യമത്തെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഡയറക്ടർ അച്ഛനെയും ഭാരവാഹികളെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഔസേപ്പിതാവിന്റെ മാതൃകയിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഹോസൂർ രൂപതയിൽ പിതൃവേദി കൂടുതൽ ശക്തമാക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഏവരോടും ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവരുടെ ദൈവാനുഗ്രഹവും നേർന്നുകൊണ്ട് ഈ ഉദ്യമം വളരെ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏവർക്കും ദൈവാനുഗ്രഹം നേരുന്നു.
യൂട്യൂബ് ചാനലിൻ്റെയും പിതൃവേദിയുടെ ലോഗോയും ഉദ്ഘാടനം ചെയ്യാനെത്തിയ പിതാവിന് പ്രത്യേകം നന്ദി. അടുത്തതായി ആശംസാ പ്രസംഗം. നമ്മുടെ ഓസൂർ രൂപതയുടെ ഏതാവശ്യത്തിനും മുന്നിൽ നിന്ന് ചുറുചുറുക്കോടെ എല്ലാത്തിനും നേതൃത്വം നൽകുന്ന നമ്മുടെ സ്വന്തം പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി മാത്യു ചാക്കോ ചേട്ടനെ ആശംസ പ്രസംഗത്തിനായി സ്നേഹത്തോട് ക്ഷണിക്കുന്നു. അഭിവന്യ സെബാസ്റ്റ്യൻ പിതാവേ, ജിജോ അച്ച, പിതൃവേദിയുടെ ഡയറക്ടറായിരിക്കുന്ന ഡെയ്സൺ അച്ച, മാതൃവേദി പ്രസിഡൻ്റായിരിക്കുന്ന ഡെയ്സി, പിതൃവേദിയുടെ രൂപതാ പ്രസിഡൻറ്റ് മിസ്റ്റർ സാജു, ജോമോൻ, മിസ്റ്റർ ടോം, പ്രിയപ്പെട്ട അച്ഛന്മാരെ, അതുപോലെ തന്നെ പാസ്റ്റർ കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറി, പോഷക സംഘടനകളുടെ പ്രസിഡന്റുമാരെ, ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പിതൃവേദിയുടെ ചരിത്രത്തിൽ, ഒസൂർ രൂപതയുടെ പിതൃവേദിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പിതൃവേദി സംഗമം നമ്മളിവിടെ നടത്തുകയാണല്ലോ. ഈ അവസരത്തിൽ വളരെ അഭിമാനത്തോടെ, പിതൃവേദി എന്ന് പറയുമ്പോൾ എല്ലാ പള്ളികളിലും പിതൃവേദിയുണ്ട്. പിതൃവേദിയുടെ പ്രവർത്തനം ഇല്ലെങ്കിൽ ഒരു പള്ളിയും പ്രവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാസ്റ്റർ കൗൺസിലിൽ പിതൃവേദി അംഗങ്ങളാണ്, അതുപോലെ തന്നെ സെൻട്രൽ കമ്മിറ്റിയിൽ പിതൃവേദി അംഗങ്ങളാണ്, പാരിഷ് കൗൺസിലിലെ അംഗങ്ങൾ അതും പിതൃവേദി അംഗങ്ങളിൽപ്പെട്ടവരാണ്. എല്ലാ കാര്യത്തിലും എല്ലായിടത്തും പിതൃവേദി അംഗങ്ങളുണ്ട്. എങ്കിലും പിതൃവേദി എന്ന് പറയുന്ന ഒരു പ്രത്യേക സംഘടന നമ്മളുടെ രൂപതയിൽ മാതൃവേദി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം പിതൃവേദിയും ഉണർന്നെഴുന്നേറ്റത് മാതിരി ഈ അടുത്ത കാലത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. പ്രവാസി പെൻഷൻ്റെ കാര്യത്തിൽ അവളെ വളരെയേറെ ഇനിഷ്യേറ്റീവ് എടുത്തു. ഇപ്പം നമ്മൾ റിപ്പോർട്ടിൽ വായിച്ചതുമാതിരി തന്നെ പിതാ ബെഡ് ബ്ലാങ്ക്, അതുപോലെ നമ്മളുടെ ഓൾഡ് ഏജ് ഹോം സാന്ത്വം സ്നേഹതീരത്തിൽ ഒരു മാസത്തിൽ ഒരു ഇടവക എന്ന രീതിയിൽ സഹായത്തിനായി ഓരോ മാസവും ഓരോ ഇടവകളോട് സന്ദർശിക്കുകയും അവരെ കാണുകയും അമ്മച്ചിമാരോടൊപ്പം ആഹാരം കഴിക്കുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്നറിയില്ല, ഇവിടെ റിപ്പോർട്ടിൽ വായിച്ചായിരുന്നു, നമ്മുടെ പിതൃവേദി അംഗങ്ങൾ പലരും ആ മാസത്തിൽ ഒരു പ്രാവശ്യം കോയമ്പേട് മാർക്കറ്റിൽ പോയി ഓരോ കടകളിലും പോയി സാധനങ്ങൾ കളക്ട് ചെയ്ത് സാന്ത്വം സ്നേഹത്തിൽ എത്തിക്കുന്നുണ്ട്. അതിന് പിന്നിൽ സാജുവിൻ്റെയും സോയിയുടെയും സെബാസിൻ്റെയും നേതൃത്വത്തിൽ ഒത്തിരി പേര് ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ പുതിയതായി ഒരു പരിപാടി ബൈബിൾ റൈറ്റിംഗ്, അത് ഒത്തിരി പേര് എഴുതി, 110 പേരോളം എഴുതി, അവർക്കെല്ലാം ആശംസകൾ അറിയിക്കുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. യൂട്യൂബ് ലോഗോ, സിൽവർ ജൂബിലി, അതുപോലെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നവരെ നമ്മൾ ആദരിക്കുന്നു. ഈ അവസരത്തിൽ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കപ്പിൾസിനെയും ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന കപ്പിൾസിനെയും അഭിനന്ദിക്കുന്നു, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ പിതൃവേദിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹം നൽകട്ടെ. ഇനിയും ഭാവിയിലും നിറയെ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് നമ്മുടെ പാസ്റ്റർ കൗൺസിലിൻ്റെ പേരിലും നമ്മുടെ പാസ്റ്റർ കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കും സിബിൻ അച്ഛൻ്റെ പേരിലും പാസ്റ്റർ കൗൺസിൽ അംഗങ്ങളുടെ പേരിലുള്ള എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പിതൃവേദിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞ സ്നേഹവാക്കുകൾക്ക് ഒത്തിരി നന്ദി നൽകുന്നു സിബിജൻ ചേട്ടാ. അടുത്ത ആശംസാ പ്രസംഗം. വീടിൻ്റെ വിളക്കാണ് അമ്മമാർ. ഏത് അപ്പന്മാരുടെ വിജയത്തിൻ്റെ പിന്നിലും അമ്മമാരുടെ കരുത്തുറ്റ കരങ്ങളുണ്ടാകും. മാതൃവേദി ഇല്ലെങ്കിൽ എന്താണല്ലേ പിതൃവേദി? നമ്മുടെ രൂപതയിലെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാതൃവേദി സംഘടനയെ വർഷങ്ങളായി നയിച്ചുകൊണ്ടിരിക്കുന്ന ഡെയ്സി ചേച്ചിയെ ആശംസ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ അഭിവന്യ പിതാവേ, മോൺസിഞ്ഞോർ ജിജോ തുണ്ടത്തിലച്ച, പിതൃവേദി രൂപതാ പിതൃവേദി ഡയറക്ടർ ഡെയ്സൺ അച്ച,
പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി മിസ്റ്റർ മാത്യു ചാക്കോ, രൂപത പ്രസിഡന്റ് മിസ്റ്റർ സാജു ജേക്കബ്, രൂപത സെക്രട്ടറി മിസ്റ്റർ ജോമോൻ, രൂപത ട്രഷറർ മിസ്റ്റർ ടോം, വിവിധ സംഘടനകളുടെ പ്രസിഡന്റുമാരെ, സ്നേഹമുള്ള വൈദികരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ രൂപതയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പിതൃ സംഗമം നടത്തുന്നത്. പിതൃവേദിയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഇതെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിലെ അപ്പന്മാരുടെ പ്രസിഡന്റ്, നസ്രത്തിലെ ഉണ്ണീശോയുടെ അപ്പനായ, പിതൃവേദിയുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവാണ്. പിതൃവേദി എന്ന് പറഞ്ഞാൽ നമ്മുടെ സീറോ മലബാർ സഭയുടെ ഒരു ആത്മീയ കൂട്ടായ്മയാണ്. നമ്മുടെ രൂപതയിലെ വിവിധ സംഘടനകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് നമ്മുടെ അഭിവന്യ സെബാസ്റ്റ്യൻ പിതാവ് നൽകുന്ന എല്ലാ സപ്പോർട്ടിനും ഞങ്ങൾ പ്രത്യേകം പിതാവിനോട് നന്ദി അറിയിക്കുകയാണ്. 2012-2013 വർഷങ്ങളിൽ ബഹുമാനപ്പെട്ട ജോർജ് ചിറമേൽ അച്ഛനും ഷാജു ചിറയത്തേച്ചനും ഡയറക്ടർമാരായും മിസ്റ്റർ സെബാസ്റ്റ്യൻ തോമസ് പിതൃവേദി പ്രസിഡൻ്റായിരുന്ന കാലത്ത് പിതൃ സംഗമം 3 സോണുകളിലായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ രൂപതയിലും ഇടവകളിലും പിതൃവേദി നല്ല പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എടുത്തു പറയത്തക്ക ഒന്നാണ് ബഹുമാനപ്പെട്ട ആൻഡോ കരിപ്പായച്ചൻ്റെ കാലത്ത് നടപ്പിലാക്കിയ പെൻഷൻ സ്കീം. അതുപോലെ ബ്ലഡ് ഡൊണേഷൻ, പാവപ്പെട്ടവരെയും രോഗികളെയും സഹായിക്കുക, ഇവയാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പിതൃവേദിയുടെ മുഖമുദ്രയാണ്. പിതൃ സംഗമത്തിൻ്റെ മുന്നോടിയായി ബൈബിൾ കയ്യെഴുത്തിൽ 2 അപ്പന്മാർ സമ്പൂർണ്ണ ബൈബിൾ എഴുതുകയും 110 അപ്പന്മാർ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഈ ജോലി തിരക്കിനിടയിലും എഴുതി തീർക്കുകയും ചെയ്തു. ഞങ്ങൾ മാതൃവേദിയുടെ അഭിനന്ദനങ്ങൾ എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. അതുപോലെ മറ്റ് മത്സരങ്ങൾ, സിൽവർ, ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നവർ, ഇവർക്ക് വേണ്ടിയെല്ലാം അതിന് നേതൃത്വം നൽകാൻ അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച പിതൃവേദി ഡയറക്ടർ ഡെയ്സൺ അച്ഛനും മിസ്റ്റർ സാജു ജേക്കബിനും മറ്റു പിതൃവേദി ഭാരവാഹികൾക്കും ഞങ്ങൾ മാതൃവേദിയുടെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഈ പിതൃ സംഗമത്തിന് രൂപത മാതൃവേദി ഡയറക്ടർ ലെസിൽ അച്ഛൻ്റെയും എല്ലാ അമ്മമാരുടെയും വിവിധ സംഘടനകളായ കുടുംബ കൂട്ടായ്മ, CYM, ഹെഡ്സ്, പാലിയേറ്റീവ് കെയർ ഇവരുടെയും പേരിലുള്ള എല്ലാവിധ മംഗളാശംസകളും നേർന്നുകൊള്ളുന്നു. രൂപത പിതൃവേദി ഡയറക്ടർ ഡെയ്സൺ അച്ഛൻ്റെ നേതൃത്വത്തിന് കീഴിൽ അണിനിരന്ന് അപ്പന്മാർ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ചേച്ചിയുടെ നല്ല വാക്കിന് ഒത്തിരി നന്ദി. അടുത്തത്